എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് സാഞ്ചിയും ചോപ്പറും അവർ രണ്ടുപേരും വെള്ളത്തിലൂടെ കരയിലൂടെയൊക്കെ റോബിന്റെ പിന്നാലെ പോയി അവളുടെ കാല് പിടിച്ച് കെഞ്ചിയിട്ടും അവൾ തിരികെ വരാൻ തയ്യാറാവില്ല. ഉടനെ സാഞ്ചി അവൻ ചോപ്പറിനോട് പറയും, നീ എത്രയും പെട്ടെന്ന് നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് പോകണം. അതിനുശേഷം ഇവിടെ നടന്നതും റോബിൻ പറഞ്ഞതുമായ എല്ലാ കാര്യങ്ങളും വള്ളി പുള്ളി വിടാതെ നമ്മുടെ ടീംമേറ്റ്സിനോട് പറയണം. അപ്പോഴേക്കും എനിക്കൊരു ചെറിയ കാര്യം ചെയ്യാനുണ്ട്. കട്ട് ചെയ്താ സോറോ രക്ഷിക്കടാ എന്ന് നിലവിളിച്ച് അങ്ങനെ ഉഷാറായിട്ട് ഓടുകയാണ്. അവൻ ഓടി ഓടി ഇപ്പൊ ലൂഫിയുടെയും നാമിയുടെയും തൊട്ടടുത്തെത്തും. പിന്നീട് അവർ 3 പേര് ഒരുമിച്ചായിരിക്കും മുൻപോട്ട് കുതിച്ചു പാഞ്ഞ് ഓടിക്കൊണ്ടേയിരിക്കുക. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഇപ്പൊ ഓടി ഓടി ഒരു ബ്രിഡ്ജിന്റെ തൊട്ടടുത്തെത്തും. അവരുടെ തൊട്ടു പുറകിലായി ആ ഗ്രാമത്തിലുള്ളവരും. അവരൊരു സെക്കൻഡ് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും നമ്മുടെ ആൾക്കാരെ കാണാനുണ്ടാവില്ല. അവരെവിടെ പോയെന്ന് പറഞ്ഞ് ആ ജനങ്ങള് അവർ ചുറ്റും നോക്കും. അവിടെ എവിടെയും നമ്മുടെ ആൾക്കാരുടെ പൊടി പോലും ഇല്ല. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ഇപ്പോ ആ ബ്രിഡ്ജിന്റെ അടിഭാഗം കാണിക്കും. ലൂഫി ആണെങ്കില് അവന്റെ കൈയും കാലൊക്കെ വെച്ച് ആ ബ്രിഡ്ജിന്റെ അടിയില് അങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. അതിന്റെ മുകളിലായിട്ട് സോറോയും നാമിയും അവർ രണ്ടുപേരും സേഫ് ആയിട്ടിരിക്കും. ജനങ്ങൾ പെട്ടെന്ന് പോകുന്നു വിചാരിച്ച അവരാണെങ്കിൽ അവിടെ നിന്ന് പോകുന്ന മട്ടില്ല. സോറോ പറയും, ഇനി അധികം ആൾക്കാരില്ല, 1-2 പേര് മാത്രമേ ബ്രിഡ്ജിൽ ബാക്കിയുള്ളൂ. അവരും ഇപ്പൊ തന്നെ പോകുന്നു പറയുമ്പോഴായിരിക്കും ചോപ്പർ അവനിപ്പോ നമ്മുടെ ആൾക്കാരെ സ്മെല്ല് ചെയ്ത് ബ്രിഡ്ജിന്റെ അടിയിലേക്ക് വരും. അവനെ കണ്ട് ലൂഫി അവൻ ഷോക്കായി പേടിച്ചു വരച്ച് കാലും കൈയും വിട്ട് ഇപ്പൊ വെള്ളത്തിലേക്ക് പിടേ എന്ന് അടിച്ചു വീഴും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഉസോപ്പ് അവൻ കപ്പൽ ശരിയാക്കാനുള്ള ടൂൾസ് വാങ്ങാൻ സിറ്റിയിലേക്ക് വരും. അതിന് കടക്കാരൻ പറയും, ഇപ്പോഴാണോ നീ കപ്പൽ റെഡിയാക്കാൻ പോകുന്നേ? അതും ഈ സമയത്ത് അക്വാലോഗ് വരുന്നൊന്നും നീ അറിഞ്ഞില്ലേ? ഞാൻ ഓൾറെഡി എന്റെ കട അടച്ചുപോയി. സോ ഇപ്പൊ എനിക്ക് നീ ആവശ്യപ്പെട്ട ടൂൾസ് തരാൻ യാതൊരു നിർവാഹവും ഇല്ല. പക്ഷെ ഉസോപ്പ് ആണെങ്കിൽ അവന്റെ കാലിൽ വീണ് കെഞ്ചും, ദയവ് ചെയ്ത് അങ്ങനെ പറയരുത്. എനിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ചെങ്കിലും എക്യുപ്മെന്റ്സ് നിങ്ങൾ എനിക്ക് തരണമെന്ന് പറഞ്ഞ് അവന്റെ കയ്യിലുള്ള ക്യാഷും ചില്ലറയും എല്ലാം തന്നെ നുള്ളിപ്പെറുക്കി ആ കടക്കാരന്റെ കയ്യിൽ കൊടുക്കും. സോ വേറെ വഴിയില്ലാതെ ഇപ്പൊ ആ കടക്കാരൻ ആള് വീണ്ടും ഷോപ്പ് ഓപ്പൺ ചെയ്ത് അവൻ കൊടുത്ത കാശിനനുസരിച്ചുള്ള സാധനങ്ങൾ ഉസോപ്പിന് കൊടുക്കാൻ തുടങ്ങും. കടക്കാരൻ പറയും, ഇത് വളരെ കുറച്ച് പണം മാത്രമേ ഉള്ളൂ. ഈ ചോദിച്ച എല്ലാ സാധനങ്ങളും ഈ പണത്തിന് ലഭിക്കില്ല. പക്ഷെ ഉസോപ്പിന്റെ ദയനീയതയും അവന്റെ സങ്കടമൊക്കെ കണ്ട് കടക്കാരൻ അവൻ ആവശ്യപ്പെട്ട എല്ലാ സാധനങ്ങളും ഇപ്പൊ അവന് കൊടുക്കും. ഉസോപ്പ് ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ ടൂൾസും മരക്കഷ്ണവും ഒക്കെ തലയിൽ വെച്ച് അങ്ങനെ മുൻപോട്ട് നടക്കും. അവനൊരല്പസമയം മുൻപോട്ട് നടക്കും. പക്ഷെ അതിന്റെ ഭാരം താങ്ങാനാവാതെ അവൻ താഴേക്ക് വീഴും. വീണ്ടും അതെല്ലാം പെറുക്കി കൂട്ടി അവൻ മുൻപോട്ട് നടക്കും. അടുത്ത സെക്കൻഡ് അവൻ വീണ്ടും താഴേക്ക് വീഴും. ആ കടക്കാരനാണെങ്കിൽ അത് കണ്ട് ഭയങ്കര വിഷമാവും. കടക്കാരൻ ചോദിക്കും, നിനക്ക് ഫ്രണ്ട്സ് ഒന്നും ഹെൽപ്പ് ചെയ്യാനില്ലേ? അതിന് ഉസോപ്പ് മറുപടി ഒന്നും പറയില്ല. അവൻ വീണ്ടും വീണുപോയ സാധനങ്ങൾ അതൊന്നൊന്നായിട്ട് പെറുക്കി എടുക്കാൻ തുടങ്ങും. കടക്കാരനാണെങ്കിൽ അവന് കഴിക്കാൻ കുറച്ച് ഫുഡ് കൊടുക്കും. അത് കണ്ട ആക്രാന്തത്തിൽ ഉസോപ്പ് ആ ഫുഡ് അതങ്ങനെ കഴിച്ച് ബാക്കിയുള്ളത് അവന്റെ സഞ്ചിയിലിടും. അതിനുശേഷം വീണ്ടും ആ ടൂൾസ് ഒക്കെ കപ്പലിലേക്ക് എത്തിക്കും. ഉസോപ്പ് അപ്പോഴായിരിക്കും ആ കടൽ ശ്രദ്ധിക്കുക. കടലിൽ പതിയെ പതിയെ അല അത് കൂടിക്കൂടി വരും. ഉസോപ്പ് ഗോയിൻമറിയോട് പറയും, നീ പേടിക്കേണ്ട ആവശ്യമില്ല, നിന്നെ പ്രൊട്ടക്ട് ചെയ്യുക എന്നത് എന്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് പറഞ്ഞ് അവനിപ്പോ അത് റിപ്പയർ ചെയ്യാൻ തുടങ്ങും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ബാർ കാണിക്കും. അവിടെയാണെങ്കിൽ വമ്പ സൗണ്ടും ബഹളമൊക്കെ അങ്ങനെ നടക്കുകയാണ്. വെള്ളമടിച്ച ഫ്രാങ്കി അവന് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്ന് ഇപ്പൊ ബാറിലുള്ള ടേബിളൊക്കെ തല്ലി തകർക്കാൻ തുടങ്ങും. പക്ഷെ ആന്റി ആണെങ്കിൽ അതൊന്നും മൈൻഡ് പോലും ചെയ്യാതെ അങ്ങനെ ഹായായിട്ട് വെള്ളടിക്കുകയാണ്. ഫ്രാങ്കി ഫുൾ കലിപ്പില് ഇപ്പൊ പുറത്തേക്ക് പോവും. അപ്പൊ ഹോട്ടലിന്റെ ഓണർ ആള് ഗ്രാൻഡ്മയോട് ചോദിക്കും, ഫ്രാങ്കിക്ക് എന്തു പറ്റി? എന്താ ഫ്രാങ്കിയുടെ കുഴപ്പം? അതിന് ആന്റി പറയും, അവൻ തന്നെ വലിയൊരു കുഴപ്പക്കാരനാണ്. സോ അവന്റെ കുഴപ്പം എന്താണെന്ന് എനിക്കറിയില്ല. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ ചെക്കന്മാര് അവര് 3 പേരും സേഫായി ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ ഇരിക്കുകയാണ്. അപ്പോഴായിരിക്കും ചോപ്പർ അവൻ റോബിൻ പറഞ്ഞ കാര്യം എല്ലാം തന്നെ നമ്മുടെ ആൾക്കാരോട് പറയാ. ലൂഫിക്കാണെങ്കിൽ അത് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം റോബിന്റെ മേലെ അവൻ അത്രയും വിശ്വാസം ഉണ്ടായിരുന്നു. ഉടനെ സോറോ പറയും, ഇത്രയും നേരം നമ്മൾ രക്ഷപ്പെട്ട് ഓടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഇപ്പൊ നമ്മള് സത്യം മുഴുവൻ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയും ഇങ്ങനെ വെറുതെ ഓടിയിട്ട് യാതൊരു കാര്യവുമില്ല. എങ്ങനെയെങ്കിലും ഒരു തീരുമാനത്തിലെത്തണം. നമ്മൾ ആദ്യം അറിയേണ്ടത് റോബിൻ അവൾ നമ്മുടെ ശത്രുവാണോ
മിത്രമാണോ എന്നാണ്. ഉടനെ നാമി പറയും, ചോപ്പർ പറഞ്ഞു വെച്ച് നോക്കുമ്പോ റോബിന്റെ അടുത്ത ശ്രമം അത് ഐസ്ബർഗിനെ കൊല്ലാൻ തന്നെയായിരിക്കും. ഐസ്ബർഗിനെ കൊന്ന ശേഷം ആ കുറ്റം നമ്മുടെ തലയിലിടുക, അതാണ് അവളുടെ ഉദ്ദേശം. നമ്മൾ ഈ സിറ്റിയിൽ ഉള്ളതുകൊണ്ടും ജനങ്ങൾക്ക് നമ്മുടെ മേലെ വലിയൊരു സംശയം ഉള്ളതുകൊണ്ടും ഉറപ്പായിട്ടും ഐസ്ബർഗിനെ കൊന്നത് നമ്മളെല്ലാവരും ചേർന്നാണെന്ന് അവർ വിധി എഴുതും. അതിനുശേഷം അവർ നമ്മളെ തല്ലിക്കൊല്ലും. സോറോ പറയും, ഉറപ്പായിട്ടും ഇന്ന് നൈറ്റ് എന്തെങ്കിലും സംഭവിക്കും, നമുക്ക് അവിടേക്ക് പോകണോ? ലൂഫി അടിച്ചു പറയും, എന്ത് സംഭവിച്ചാലും നമ്മൾ അവിടേക്ക് പോയിരിക്കും. അപ്പോഴായിരിക്കും നാമി അവൾ മറ്റൊരു കാര്യം പറയാ, നിങ്ങൾ എല്ലാവരും വിട്ടുപോയ ഒരു കാര്യമുണ്ട്. റോബിൻ പറഞ്ഞത് അവളുടെ കൂടെ മാസ്ക് ഇട്ട ഒരാളും അവനെ കൊല്ലാനുണ്ടായിരുന്നു എന്നാണ്. ഐസ്ബർഗും ഇതേ കാര്യം തന്നെയാണ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. ഈ ന്യൂസ് പേപ്പറിലും ആ മാസ്ക് മാനെ കുറിച്ച് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അതിനർത്ഥം റോബിനെ ആരോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട്. അതൊരു പക്ഷേ ഈ മാസ്ക് മാൻ ആയിരിക്കും. അത് കേട്ട് ലൂഫി അവൻ പറയും, അങ്ങനെയാണെങ്കിലും നമ്മൾ റോബിനെ തന്നെ വേണം ആദ്യം കണ്ടെത്താൻ. കാരണം ആ മാസ്ക് മാൻ ആരാണെന്നോ എന്താണെന്നോ എങ്ങനെയാണെന്നോ നമുക്കറിയില്ല. സോ റോബിനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇതിനെല്ലാം ഉള്ള ഉത്തരം അവളിൽ നിന്ന് കിട്ടും. പക്ഷേ ഗവൺമെന്റ് ഒരുപാട് വർഷങ്ങളായി റോബിനെ പിടിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇത്രയും കൊല്ലമായിട്ട് അവരെ കൊണ്ട് കഴിയാത്തത് നമ്മളെ കൊണ്ട് കഴിയോ? റോബിനെ പിടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? ചോപ്പർ പറയും, എന്നെ കൊണ്ടാവുന്നത് പോലെ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, നമുക്ക് എത്രയും പെട്ടെന്ന് റോബിനെ കണ്ടെത്താമെന്ന് പറഞ്ഞ് അവരെല്ലാവരും റെഡിയായി ഹായായിട്ട് മുൻപോട്ട് പോകും. അവിടെ നിന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത പൗളിയും അവന്റെ ടീംസും അവർ രാത്രി മുഴുവൻ അന്വേഷിച്ചിട്ടും ലൂഫിയൻ ടീമിനെ കുറിച്ചും യാതൊരു ഇൻഫർമേഷനും കിട്ടില്ല. സോ അവർ തിരികെ ഐസ്ബർഗിന്റെ അടുത്തേക്ക് പോകാനായി തീരുമാനിക്കും. മറ്റൊരു ഭാഗത്ത് ആ ഫ്രാങ്കി അവനും ആ സിറ്റിയിലൂടെ ലൂഫിയെ ചീത്തയൊക്കെ വിളിച്ച് മുൻപോട്ട് നടക്കും. ഉടനെ ആ ഗേൾസ് പറയും, ഇപ്പൊ തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് കാറ്റ് വീശി തുടങ്ങി, സോ നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. ഗേൾസിനാണെങ്കിൽ അവരുടെ ഹാർട്ട് ബീറ്റ് അത് കൂടി വരും. കാരണം ഫ്രാങ്കി വില്ലന്റെ മൈൻഡ് സെറ്റ് അത് പാക ചേഞ്ച് ആയിരിക്കുകയാണ്. അവനിപ്പോ ലൂഫിയോടുള്ള കലിപ്പ് മാത്രമാണ് അവന്റെ മനസ്സിൽ. അപ്പോഴായിരിക്കും ഫ്രാങ്കിയുടെ ബാക്കി ടീംസ് അവരിപ്പോ ഫ്രാങ്കിയുടെ അടുത്തേക്ക് വരിക. അവര് ചോദിക്കും, ലൂഫിയെയും അവന്റെ ടീമിനെയും കണ്ടുപിടിച്ചോ? അതിന് ഫ്രാങ്കി പറയും, ഇല്ല, അവൻ രക്ഷപ്പെട്ടു. പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല, അടുത്ത സെക്കൻഡ് തന്നെ ഞാൻ അവനെ പോകും. അപ്പോഴായിരിക്കും ആ സോൾജിയേഴ്സ് അവര് പറയാ, അവരുടെ ടീമിലുള്ള ഒരുത്തൻ, ഒരു നീണ്ട മൂക്കുള്ളവൻ, അവൻ ഒറ്റയ്ക്ക് അവരുടെ കപ്പൽ റിപ്പയർ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു. അത് കണ്ട് ഫ്രാങ്കി അവൻ ഷോക്കാവും. ഫ്രാങ്കി ചോദിക്കും, സത്യമാണോ? നിങ്ങൾ അവനെ കണ്ടോ? അതിനവരടിച്ചു പറയും, അതെ, അവൻ ആ കപ്പലിലുണ്ട്. ഫ്രാങ്കിക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കര സന്തോഷാവും. ഉടനെ ഫ്രാങ്കി അവൻ കപ്പലിന്റെ അടുത്തേക്ക് പോവാൻ തയ്യാറാവും. അതിനു മുൻപ് അവൻ അവന്റെ അസിസ്റ്റൻസിനോട് പറയും, നിങ്ങൾ എല്ലാവരും ആ നീണ്ട മൂക്കനെ പിടിച്ച കാര്യം സിറ്റി മുഴുവൻ നടന്ന് വിളിച്ചു പറയണം. അവനെ തിരികെ കിട്ടണമെങ്കിൽ നമ്മുടെ ഹൈഡ് ഔട്ടിലേക്ക് ആ ലൂഫിയാൻ ടീം അവരെന്തായാലും എത്തണം എന്നുകൂടെ നിങ്ങൾ വിളിച്ചു പറയണം. അത് കേട്ട് അവരും യെസ് ബോസ് എന്നൊക്കെ പറഞ്ഞ് സിറ്റിയുടെ ഭ്രാന്ത പ്രദേശങ്ങളിലേക്ക് ഓടാൻ തുടങ്ങും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ജനങ്ങള് അവരാണെങ്കിൽ ആ വലിയ കാറ്റും വെള്ളപ്പൊക്കമൊക്കെ പേടിച്ച് അവരുടെ സാധനങ്ങളൊക്കെ എടുത്ത് അങ്ങനെ സേഫായ സ്ഥലത്തേക്ക് പോവാണ്. ജനങ്ങളുടെ ഇടയിലെ ഇപ്പോഴത്തെയും സംസാര വിഷയം അത് നമ്മുടെ ആൾക്കാർ തന്നെയാണ്. അവർ പരസ്പരം എന്തൊക്കെയോ ഗോസിപ്പൊക്കെ പറഞ്ഞ് അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഗലീലിയ കമ്പനി കാണിക്കും. അവിടെയാണെങ്കിൽ ജനങ്ങളെല്ലാവരും കത്തിയും കമ്പും പാരയും വാളൊക്കെ ആയിട്ട് കട്ട സെക്യൂരിറ്റി കൊടുത്തോണ്ടിരിക്കുകയാണ്. മുക്കിലും മൂലയിലും ജനങ്ങളും സോൾജിയേഴ്സും ആയുധങ്ങളായിട്ട് നിറഞ്ഞു നിൽക്കും. അവരെല്ലാവരും ഉറപ്പിച്ചു പറയും, ഒരു കാരണവശാലും ഐസ്ബർഗിന്റെ ദേഹത്ത് ആരും ഇനി തൊടില്ല. ലൂഫിയാൻ ടീമിനെ വെറുതെ വിടാനും ഞങ്ങൾ തയ്യാറല്ല. അതേസമയം ഐസ്ബർഗ് ആളവന്റെ അസിസ്റ്റന്റിനോട് പറയും, ഒരു കാരണവശാലും ആ ലൂഫിയൻ ടീമും എന്നെ ഒന്നും ചെയ്യില്ല. റോബിൻ, അവളെ മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. സോ ഇത്രയും സെക്യൂരിറ്റീസിന്റെ ഒന്നും ഒരാവശ്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം റോബിൻ, അവള് മാത്രമാണ് കുഴപ്പക്കാരി, എ റിയൽ ഡെവിൾ. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നമ്മുടെ ആൾക്കാര് ഇപ്പൊ ഗലീലിയ കമ്പനിയുടെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. കട്ട് ചെയ്ത ഗലീലിയ കമ്പനിയുടെ മറ്റൊരു ഭാഗത്ത് റോബിനും ആ മാസ്ക് മാനും അവര് രണ്ടുപേരും ടെററായിട്ട് വന്ന് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.